ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ പൊടികൾ മാത്രം ചേർത്ത് നല്ല കൊഴുപ്പുള്ള ഒരു അടിപൊളി സ്വാദുള്ള കാച്ചിയമോരാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒരു കാച്ചിയമോരുണ്ടെങ്കിൽ ചോറുണ്ണാൻ പ്രത്യേകം കറികളൊന്നും കൂടുതൽ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാൻ 2 കവറ് തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തൈരൊന്ന് അടിച്ചെടുക്കണം. തൈരിന് ഒരുപാട് പുളി ഉള്ള തൈരല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് അടിച്ചെടുത്ത് ഒരു പാനിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഒരു 4 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, അതുപോലെ ഒരു 6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 3 വലിയ പച്ചമുളക് തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി തീരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്, അതുപോലെ ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി അതും തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 9-10 അല്ലി വെളുത്തുള്ളിയുണ്ട്, അത് 4ആയിട്ട് കീറി പൊടിയായിട്ട് അരിയണം. ഇനി പാനിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് വഴറ്റാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി നമുക്കിനി തീരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് ഇങ്ങനെ വഴറ്റുമ്പോഴാണ് ഒന്നുകൂടെ സ്വാദാകുന്നത്. കാച്ചിയമോര് അടിപൊളി സ്വാദുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കാച്ചിയമോരാണിത്. ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമ്മൾ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് 4ഉം ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകണം. ഇനി ഇതിന് ആവശ്യമായ ഈ അരപ്പിന് ആവശ്യമായ അല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. അപ്പം ഒരു 3/4 ഭാഗം വഴന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു കാച്ചിയമോരാണിത്. കല്യാണ സദ്യയ്ക്കൊക്കെ നമുക്കിങ്ങനെ കാച്ചിയമോര് തയ്യാറാക്കാം. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാൻ അതേ അടുപ്പിൽ തന്നെ വയ്ക്കാം. അപ്പോൾ ഈ പാനിൻ്റെ ചൂടിൽ തന്നെ പൊടികൾ മൂത്ത് കിട്ടും. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ വറുത്ത് പൊടിച്ച ജീരകം ഒരു 3/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. ഇനി ഒരു കളറിനായിട്ടൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മുളക് പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇതാണ് ഈ കാച്ചിയമോരിൻ്റെ പ്രത്യേക കൂട്ട്. നമ്മൾ തേങ്ങ ഒന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കൂട്ടൊന്ന് തണുക്കണം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് വെച്ച തൈരിലേക്ക് ഈ തണുത്ത കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ നിന്നൊരു 1 തവി മോരൂടെ നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതോടെ ഒന്ന് ചുറ്റിച്ച് ഈ കാച്ചിയമോരിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് കളറായി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. ഈ പാൻ നമുക്ക് ഇനി അടുപ്പിലേക്ക് വെച്ച് തുടരെ ഇളക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇളക്കണം. നമ്മൾ ഇങ്ങനെ ഇളക്കി തവിയൊന്ന് ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ആവി വരുന്നുണ്ടെങ്കിൽ അതാണ് പാകം. നമ്മൾ തുടരെ ഇളക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് കാച്ചിയമോര് നല്ല അടിപൊളിയാകുന്നത്. പിരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഒന്ന് ചൂടായി വന്ന് തവിയിൽ നിന്ന് ആവി പൊങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചിട്ടും നന്നായിട്ട് തുടരെ ഇളക്കി തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒരു അല്പസമയം കൂടെ നന്നായിട്ട് തുടരെ ഇളക്കണം. അപ്പോൾ കാച്ചിയമോര് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കുന്ന അപാര രുചിയുള്ള ഒരു കാച്ചിയമോരാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്